നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണി. ഇനി രേണുസുധിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഹോസ്റ്റായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം പോയി. ഓക്കെ വിട്ടോ. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, അതിൽ രേണുസുധി ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. ഹോട്ട് സീറ്റ് എന്നൊരു പ്രോഗ്രാം മൈൽ സ്റ്റോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായിരിക്കുന്നു. കഴിഞ്ഞ കൃത്യമായി പറയുകയാണെങ്കിൽ 2024 മെയ് തൊട്ട് ഞാൻ ഹോട്ട് സീറ്റ് അവിടെ ചെയ്യുന്നതാണ്. ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അവർ ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ പലതും ഇന്റർവ്യൂ ചെയ്യാറുണ്ട്, ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് വൈറലാകാറുണ്ട്. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മൾ ഈ തീ നമ്മുടെ സിമ്പിൾ പോലെ തീയാണ്, അതിൽ നമ്മൾ തീയപ്പോഴും തൊട്ടാ പൊള്ളും, നമ്മൾ കൈ പൊള്ളി കൊടുക്കുമല്ലേ, അതാണ് അതിന്റെ തീം. ആ പ്രോഗ്രാമിന്റെ തീം അങ്ങനെയാണ്. സോ ഞാൻ ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലിരുന്നാൽ നമ്മളെല്ലാവരും പൊള്ളും, തീ എപ്പോഴും തൊട്ടാ പൊള്ളും, നമ്മുടെ കൈ പൊള്ളി കൊടുക്കുമല്ലേ, അതാണ് അതിന്റെ ഒരു തീം. ആ പ്രോഗ്രാമിന്റെ ഒരു തീം അങ്ങനെയാണ്. സോ ഞാൻ ഇച്ചിരി ന്യൂസ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഈ ക്യൂട്ട്നെസ് മാറി വിതറാത്ത കൊണ്ടും മൈൽ സ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അറിയാം, ഒരു കോലുമ തുണി വെച്ചാൽ പോയാൽ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂടുതൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളാം. ഞാൻ എന്റെ ഡിബേറ്റ് ചാനൽ, എന്റെ ന്യൂസ് ചാനൽ എല്ലായ്പ്പോഴും എംപവറിംഗ് എന്ന് പറഞ്ഞ പോലെ അവർ എല്ലായ്പ്പോഴും ഞാൻ പൊട്ടിയല്ല, അവരെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിക്കുന്നത്. സോ തെറി പറയാത്ത 1 ലക്ഷം പേരിൽ അല്ല, തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നെ കുറ്റപ്പെടുന്ന സമൂഹത്തിനുള്ള തെറ്റായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, സമൂഹമാണ് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കാണിക്കുന്നൊന്നും കോമാളിത്തരമല്ല, എല്ലാം പെർഫെക്റ്റ്. അത് നിങ്ങൾ പറയുന്നതാണ് കോമാളിത്തരമെന്ന്. എനിക്കറിയത്തില്ല. ഞാൻ എല്ലാത്തിനും നിങ്ങൾക്ക് ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ്. പിന്നെ എനിക്ക് മറുപടി പറയാം. എനിക്ക് പ്രോപ്പറായിട്ട് ഒരു നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് ആൻസർ ചെയ്യുന്ന രീതിയല്ല. നിങ്ങൾക്ക് ഒരു വിനയം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് വഴിയില്ല. നിങ്ങൾ എന്റെ അടുത്ത് പെരുമാറിയത് 2 ആൽബം അഭിനയിച്ചെന്ന് വെച്ചിട്ട് ഇത്രയും ധാർഷ്ട്യം പാടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്റെ അടുത്ത് പെരുമാറിയത് പോലാണ് ഞാനും. നിങ്ങൾ വളരെ ഈ സമൂഹത്തിൽ നിങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻസ് മാത്രമാണ് നിങ്ങളോട് ചോദിച്ചത്. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന മറുപടി എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെ, ഒരു റെസ്പെക്ട് ഇല്ല. അപ്പൊ നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കുന്നു, ഞാൻ നിങ്ങളുടെ മോശം പറഞ്ഞു. നിങ്ങൾ സമൂഹത്തെ വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം പോയി. ഓക്കെ വിട്ടോ. ശരി. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുധിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്, തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും. ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നരുത്, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?